ഇന്നലെയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അതിശക്തമായ പ്രതിഷേധം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. ആ പ്രതിഷേധത്തിൽ ഇപ്പോൾ 5 KSU പ്രവർത്തകർ റിമാൻഡിലായിട്ടുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളത്. മന്ത്രിയുടെ വാഹനത്തിന്റെ ഫ്ളാഗ് പോസ്റ്റ് നശിപ്പിച്ചതിൽ 6 യൂത്ത് ലീഗ് പ്രവർത്തകരും റിമാൻഡിൽ ആണ്. രാത്രി സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടായി. കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. അതേസമയം മന്ത്രിക്ക് ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധനകൾ നടക്കും. വിവരങ്ങളുമായി KV ബൈജുവും അതോടൊപ്പം തന്നെ VV അരുണും ആണ് ചേരുന്നത്. ബൈജു, നമ്മൾ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റു എന്നാണ് ഇന്നലെ പോലീസ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. മാരകായുധങ്ങൾ പോലെ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വകുപ്പൊക്കെ ചുമത്തിയിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ സ്വഭാവവും അതിന്റെ ദൃശ്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ തുടർച്ചയായ വീഴ്ചകൾ സംഭവിച്ചതിനെ തുടർന്നായിരുന്നു ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ശക്തി പ്രാപിച്ചത്. ഇതിനിടയിലായിരുന്നു ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. ആ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ തനിക്ക് പരിക്ക് പറ്റി, കഴുത്തിനും കൈക്കും പരിക്കുണ്ട് എന്നതിൻ്റെ പേരിൽ ആണ് ഇപ്പോൾ മന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. എന്തായാലും ബൈജു ചേരുന്നുണ്ട്. ബൈജു, ആരോഗ്യമന്ത്രിക്കാണ് പരിക്ക്, അതുകൊണ്ട് വീഴ്ചയുണ്ടാകാത്ത ചികിത്സ ലഭിക്കും എന്ന് വേണമല്ലോ നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അഭിലാഷേ, മന്ത്രിയുടെ ആരോഗ്യനില പ്രശ്നമില്ല. പക്ഷേ നേരിയ ക്ഷതം ഇടതുഭാഗത്ത് കഴുത്തിന് പുറത്ത് നേരിയ ക്ഷതമുണ്ടെന്നാണ് MRI സ്കാനിൽ വ്യക്തമായത്. ഏതായാലും അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരും. അതിൽ വിശദമായ കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു സംഘം തന്നെ ഇപ്പോൾ മന്ത്രിയെ ഇത്തരത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും എത്ര ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വരും തുടങ്ങിയ പരിക്കുകളുടെ കാര്യങ്ങളിലൊക്കെ ഈ ഒരു വ്യക്തത ഇതോടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നതോടെ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൽ FIR-ൽ വളരെ ഗുരുതരമായ ആരോപണമാണ് KSU പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളതെന്നാണ്. അതായത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സംഘം 5 പേരടങ്ങുന്ന KSU പ്രവർത്തകർ എത്തി എന്നാണ് FIR-ൽ പറയുന്നത്. ഇത്തരത്തിൽ ഒരാൾ മന്ത്രിയുടെ കഴുത്തിന് നേരെ ആക്രമിച്ചു, മാത്രമല്ല ആയുധം കൊണ്ട് ഓടിയെത്തി എന്നാണ് ഈ FIR-ൽ പറയുന്നത്. ഇതിൽ KSU ജില്ലാ പ്രസിഡന്റ് അതുൽ ഉൾപ്പെടെ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന്, അതായത് AKG ആശുപത്രിക്ക് മുൻപിൽ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയുടെ വാഹനത്തിലുണ്ടായിരുന്ന ഫ്ളാഗ് പോസ്റ്റ് അത് തകർത്തു എന്ന പേരിൽ 10 യൂത്ത് ലീഗ് പ്രവർത്തകരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് പോലീസിന്റെ നടപടി കൃത്യമായി നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം ഈ ദൃശ്യം തന്നെയാണ്. ഈ മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ദൃശ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനം. ഈ റെയിൽവേ ഇതിൽ ഏറ്റവും കൗതുകകരമാകുന്ന ഒന്ന്, ഒരുപക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹം ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുന്നതിൽ രണ്ടഭിപ്രായമുണ്ടാകില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും. പക്ഷേ പ്രതിഷേധിക്കുക എന്നത് എല്ലാവരുടെയും അവകാശങ്ങളുടെ ഭാഗമാണ്. പ്രതിഷേധത്തിന്റെ രീതിയൊക്കെ നമുക്കും അറിയാം. കരിങ്കൊടി പ്രതിഷേധങ്ങൾ എന്നത് ഒരു പുതുമയുമുള്ള പ്രതിഷേധ രീതിയുമല്ല. അവിടെ ഈ പ്രതിഷേധക്കാർ തീർച്ചയായും മന്ത്രിയെ ക്ഷതമേൽപ്പിച്ചുവെങ്കിൽ, മർദ്ദിച്ചുവെങ്കിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെയാണ് അവർക്ക് ലഭിക്കേണ്ടതായി വരുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു നിര തന്നെ അവിടെ എത്രത്തോളം എന്ന്. അപ്പോൾ മന്ത്രി കണ്ണൂരിൽ വരുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പതിയുന്നത്. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ പോവുകയാണോ? എത്ര വനിതാ ഉദ്യോഗസ്ഥർ അവിടെ സംരക്ഷണം ഒരുക്കാനുണ്ടായിരുന്നു? എന്നിട്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ വകുപ്പ് അതിന്റെ ഗൗരവത്തെ കുറച്ച് കാണിക്കുകയല്ല, മറിച്ച് ഈ വകുപ്പുകളൊക്കെ ചുമത്തുമ്പോൾ ഈ ദൃശ്യങ്ങൾ ഇത് സത്യമെന്ന് പറയേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ. ഇതൊക്കെ കോടതിയിലേക്കാണല്ലോ നാളെ എത്താൻ പോകുന്നത്.
തീർച്ചയായും ഇതിൽ ഗുരുതരമായൊരു പരാമർശം എഫ്ഐആറിലുള്ളത് അഭിലാഷെ കൊല്ലട എന്ന് ആക്രോശിച്ചു കൊണ്ട് വന്നു എന്നാണ്. അത്തരത്തിൽ വലിയ തോതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഒരു എഫ്ഐആറിൽ ഉണ്ട് എന്നതാണ്. അതെല്ലാം പറയുമ്പോഴും അഭിലാഷ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ പുറത്തു വന്ന ഒരു ദൃശ്യങ്ങളിലും നേരിട്ട് മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച ഈ CCTV ദൃശ്യങ്ങൾ അത് കിട്ടാൻ വേണ്ടി റെയിൽവേ പാലക്കാട് ഡിവിഷനിലേക്ക് ഇവർ കത്ത് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ തന്നെ MP ജയരാജൻ ഇപ്പോൾ ഒരു പുതിയ ദൃശ്യവുമായി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ആ ദൃശ്യങ്ങളിലും കറുത്ത കോട്ടിട്ട ഒരാൾ മന്ത്രിക്ക് പുറകിലുണ്ട്. ആ കൈ മന്ത്രിയുടെ പുറകിലേക്ക് വരുന്നതാണ്. പക്ഷേ അത് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഗൺമാനാണ്. ഈ ഗൺമാന്റെ പരാതിയിലാണ് ഇപ്പോൾ ഈ കേസൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഗൺമാനെ കൈകൊണ്ട് അടിച്ചു എന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ജാമ്യം ലഭിക്കാത്ത വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഇവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും ഈ ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് എത്തിയതിൽക്കെ ഇത്തരത്തിലൊരു ആരോപണം, അതും വനിതാ മന്ത്രിക്ക് നേരെ വലിയ തോതിൽ കയ്യേറ്റമുണ്ടായി എന്ന ആരോപണം, ഇതിൽ BD സതീശൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെ BD സതീശനും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുണ്ട്. കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഇതാണ്: ഏതെങ്കിലും തരത്തിൽ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല, മന്ത്രിയുടെ അടുത്തുപോലും പോയിട്ടില്ല എന്നാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അത് തള്ളിപ്പറയാൻ പോലും തങ്ങൾ തയ്യാറാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്നാലും ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് പുലർച്ചെ വരെ വലിയ തോതിലുള്ള സംഘർഷമാണ് കണ്ണൂർ ജില്ലയിൽ പലയിടത്തും ഉണ്ടായത്. കൊടിയേരിയിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ട് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മലയോര മേഖലകളിലെ പല കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും അക്രമം ഉണ്ടായി. DCC ഓഫീസിന് നേരെ കല്ലേറി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിൽ പോലീസ് വിന്യാസം കൂടുതലാക്കിയിട്ടുണ്ട്. പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരു അക്രമം ഉണ്ടായാൽ അത് ഒരുപക്ഷെ ഇനി പോലീസിന് നേരെ വലിയ തോതിലുള്ള ആരോപണമായി വരും. ഇന്നലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനെതിരെ ചെറിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ വിന്യാസം കണ്ണൂർ ജില്ലയിൽ ഉടനീളം ഇത്തരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഇന്ന് ഉണ്ടാവാതിരിക്കാൻ പല പ്രതിഷേധങ്ങളും ഇന്നുണ്ട്. അതായത് മന്ത്രിയെ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കള്ളക്കേസിൽ കൊടുക്കുകയെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പ്രതിഷേധം അത് ഇനിയും തുടരും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ ഒരു രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ. ഒരു ദൃശ്യങ്ങൾ പോലും പുറത്തു വരാതെ തന്നെ ഇത്തരത്തിൽ മന്ത്രിക്ക് നേരെ ഗുരുതര ആരോപണം, അതായത് വലിയ തോതിൽ അക്രമം നടന്നു എന്ന് പറയുന്നത് എന്തായാലും അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ വരും. മന്ത്രിക്ക് ഇത്തരത്തിൽ പരിക്കുണ്ട് എന്ന് MRI സ്കാനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷതമുണ്ട്. അത് എങ്ങനെയാണ് ആ ക്ഷതമുണ്ടായതാണ് ഇനി അറിയേണ്ടത്. അത് ഒരു പക്ഷേ ഈ പോലീസ് മന്ത്രി ബലം പ്രയോഗിച്ച് സമരക്കാരുടെ അടുത്തേക്ക് നീങ്ങുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ ഇത് കാണാം. അങ്ങനെ പോലീസുകാർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഗൺമാൻ ഉൾപ്പെടെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ പറ്റിയതാണോ ഈ ഒരു പരിക്ക്? അതായത് ബൈജു, ഇവിടെ സംശയത്തിന് ഇടം നൽകുന്നത് അത് തന്നെയാണ്. ഈ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുമ്പ് മുതൽ ഉള്ള, അതായത് മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെയുള്ള ദൃശ്യങ്ങൾ, അവിടെ എത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ, അവിടേക്ക് പ്രതിഷേധക്കാർ എത്തുന്ന ദൃശ്യങ്ങൾ, അതിനുശേഷം മന്ത്രി ആ പ്രതിഷേധക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ മലയാളികൾ കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതായത് കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു മന്ത്രി എത്തുമ്പോൾ ആ മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകും. സാധാരണ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൃത്യമായി ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മന്ത്രിക്ക് ഏത് തരത്തിലുള്ള സുരക്ഷ ഒരുക്കണം, അവരുമായൊരു മുഖാമുഖത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള സൗകര്യങ്ങൾ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അങ്ങനെ VVIPകൾ വന്നാൽ സുരക്ഷിതമായി ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നുമല്ല പോയത്, മറിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നു, അവിടെ പ്രതിഷേധമുണ്ടാകുന്നു, അതിനുശേഷം മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തുന്നു, അവിടെ AN ഷംസീറിനെ കാണുന്നു, അതിനുശേഷം ഫോൺ വിളിച്ച് തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ആണല്ലോ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.